ഞാൻ ആദ്യം നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ ഏതെങ്കിലും ഉത്സവത്തിൻ്റെയോ ആർട്ട് ഫെസ്റ്റിൻ്റെയോ ഭാഗമായിട്ടുള്ള കാഴ്ചകളോ റോഡ് ഷോ ഒന്നുമില്ല. മറിച്ച് ഒരു കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരനെ ആനയിച്ചു കൊണ്ടുപോകുന്ന കോപ്രായമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. ഉത്തമ സമുദായമെന്നും ഉത്തമ സംസ്കാരത്തിൻ്റെ ഉടമകളെന്നും പറഞ്ഞ് മേനി നടക്കുന്ന നമ്മളെ കൗമിൻ്റെ കാട്ടിക്കൂട്ടലാണ് ഈ കാണുന്നത്. നിക്കാഹും കല്യാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളും വളരെ മഹത്വവും പരിപാവനവുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദീനിൻ്റെ നിയമങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരമാണ് നിങ്ങളീ കണ്ടത്. കുറച്ച് മുമ്പൊക്കെ കല്യാണവുമായി ബന്ധപ്പെട്ട പരിപാടികളും എങ്ങനെ ആവണമെന്ന്, ഏത് രൂപത്തിൽ നടക്കണമെന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ആ വീട്ടിലെ ഉപ്പയോ കാരണവന്മാരൊക്കെ ആയിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഇന്ന് ചെക്കൻ്റെയോ പെണ്ണിൻ്റെയോ കൂട്ടുകാരോ കൂട്ടുകാരികളോ ആണ് ഓരോരുത്തരുടെയും കല്യാണം ഏത് രൂപത്തിലാകണമെന്ന് തീരുമാനിക്കുന്നത്. അതിൽ എത്ര വലിയ കോപ്രായത്വം അല്ലെങ്കിൽ വേണ്ടാത്തരം കാണിച്ചാലും അതൊക്കെ നോക്കി നിൽക്കുക, അതിനൊക്കെ മൗനം സമ്മതം എന്ന നിലക്ക് എല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുക എന്ന റോള് മാത്രമാണ് ഇന്ന് ഉപ്പമാർക്കും കാരണവന്മാർക്കൊക്കെ. പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ ഉണർത്തട്ടെ, പരിശുദ്ധമായ ഇസ്ലാം ഏറെ പുണ്യം കൽപ്പിക്കുന്ന, മഹത്വം കൽപ്പിക്കുന്ന നിക്കാഹും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ഹറാമുകൾ കൊണ്ടുവന്ന്, വേണ്ടാത്തരങ്ങൾ കൊണ്ടുവന്ന് എന്തിനാണ് ഈ ഒരു നല്ല കർമ്മത്തെ നമ്മളായിട്ട് പറയിപ്പിക്കുന്നത്? പേര് കൊണ്ടും വസ്ത്രധാരണ കൊണ്ടും മാത്രം നമ്മളാരും യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നില്ല. മറിച്ച് പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങൾ കൂടി അനുസരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാകുന്നത്. ആരെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴും എതിർക്കുമ്പോഴും പലപ്പോഴും നമ്മുടെ ഈമാൻ ചൂടാവാറുണ്ട്. 110, 120 ആയി നമ്മൾ പ്രതികരിക്കാറുണ്ട്. എന്നാൽ ഈ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ മതത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കുകയും അതനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നാം ഈ മതത്തോട് ചെയ്യുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഈ മതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ് നാം ഈ മതത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കൂറ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ പരിശുദ്ധമായ ദീനിനെ നമ്മിലേക്ക് കൈമാറി തന്നിട്ടുള്ളത്. ആ പരിശുദ്ധമായ ഇസ്ലാമിനെ ഈ രൂപത്തിൽ ജനമധ്യത്തിൽ പിച്ചു ചീന്താനും ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇത്തരം നമ്മുടെ പ്രവർത്തനങ്ങളും വേണ്ടാത്തരങ്ങളും കാരണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ ദീനിനു വേണ്ടി നാം വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും നാം കാരണം ഈ മതം പറയിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നാം ആരും കടക്കരുത്.